ചില ദിവസങ്ങൾക്ക് മുൻപ് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇന്ത്യയും തുർക്കിയും നേരിട്ട് ഒരു നേവൽ ഫേസ് ഓഫ് ചെയ്തുവെന്ന്. ആ വീഡിയോയിൽ തന്നെ അവസാനം ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടാകും. ഇതിൽ ചില പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. പാർട്ട് 2 വീഡിയോ ഇനി വരും. അതിൽ ഇന്ത്യ, ഗ്രീസ്, തുർക്കി ഈ 3 രാജ്യങ്ങൾക്കും ഇടയിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുമെന്ന്. ഈ ഒരു വീഡിയോ അതിനു വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൽ തുർക്കിയുടെ പ്രധാനപ്പെട്ട ഗെയിം പ്ലേ എങ്ങനെ സംഭവിക്കുന്നു, ഇസ്രായേലിനെ എതിർക്കുന്ന തുർക്കി ഇവിടെ ഇസ്രായേലിന് ഏതൊക്കെ രീതിയിൽ സഹായം ചെയ്യുന്നു, പ്രധാനമായും ഗ്രീസ്, ഇന്ത്യ ഈ 2 രാജ്യങ്ങളും ഒരുമിച്ച് ചേരുകയാണെങ്കിൽ, ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യ ഗ്രീസിന് നൽകുകയാണെങ്കിൽ അത് ഏത് തരത്തിലുള്ള പ്രശ്നമായിരിക്കും തുർക്കിക്ക് ഉണ്ടാക്കുക, എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഗ്രീസ്, തുർക്കി ഈ 2 രാജ്യങ്ങൾക്കും ഇടയിൽ അതിർത്തി പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ അതിർത്തി പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഏതൻസി, തുർക്കിക്കും ഗ്രീസിനും ഇടയിലുള്ള ഒരു കടൽ പ്രദേശം. ഇവിടെ 100 കണക്കിന് ദ്വീപുകളും 100 കണക്കിന് ദ്വീപ സമൂഹവുമുണ്ട്. ഇതിൽ പ്രധാനമായൊരു പ്രശ്നം, ഇതിലുള്ളൊരു പ്രശ്നം ചില ദ്വീപുകൾ മെൻഷൻ ചെയ്ത് പറയണമെങ്കിൽ സ്വേഴ്സ്, ചിയോസ്, സാമോസ്, ഖോസ്, റോഡ്സ് ഇങ്ങനെ പ്രധാനപ്പെട്ട ചില ഐലാൻഡ്സ് ഇവിടെ ഗ്രീസിന്റെ നിയന്ത്രണത്തിലാണ്. എന്നാൽ ഇതിലുള്ളൊരു പ്രശ്നം, ഗ്രീസിന്റെ മെയിൻലാൻഡിൽ നിന്നും 100 കിലോമീറ്റർ അല്ലെങ്കിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ കഴിഞ്ഞുള്ള ദ്വീപുകളാണ് ഇവയെല്ലാം. എന്നാൽ തുർക്കിയുടെ അതിർത്തിയിൽ നിന്നും വെറും 10, 20, 30 കിലോമീറ്റർ ഇത്ര ദൂരത്തിലാണ് ഈ ദ്വീപുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഈ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ, ഇന്റർനാഷണൽ ബോർഡറിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഓരോ രാജ്യവും കടലിൽ ഒരു പ്രത്യേക കിലോമീറ്റർ അവരുടെ അതിർത്തി രേഖപ്പെടുത്തും. അതിനുള്ളിൽ ഏത് രാജ്യത്തിന്റെ സൈന്യം അനുമതിയില്ലാതെ കടക്കാൻ പാടില്ല. അവരവിടെ സുരക്ഷയെല്ലാം ഏർപ്പെടുത്തും. എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്നത് ഒരു 100 കിലോമീറ്റർ അല്ലെങ്കിൽ 200 കിലോമീറ്റർ, 250 കിലോമീറ്റർ ഇങ്ങനെയായിരിക്കും അവരുടെ സോൺ ഉണ്ടാവുക. കടൽ പ്രദേശത്തിനനുസരിച്ചതുപോലെ 2 രാജ്യങ്ങളും വളരെ അടുത്താണുള്ളതെങ്കിൽ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്നത് വ്യത്യസ്തപ്പെടും. ഇങ്ങനെ അവിടെയുള്ള പ്രകൃതി വിഭവങ്ങൾ എടുക്കാനുള്ള ഒരു പദ്ധതിയും അവർക്കുണ്ടാകും. എന്നാൽ ഇത്രത്തോളം തൊട്ടടുത്ത് ഗ്രീസിന്റെ ഭൂപ്രദേശം വരുന്നതുകൊണ്ട്, ഗ്രീസിന്റെ ദ്വീപുകൾ വരുന്നതുകൊണ്ട് തുർക്കിക്ക് ഇതൊരു വലിയ തലവേദനയായി മാറുന്നു. അതിനപ്പുറം അവർ വിചാരിച്ചാൽ പോലും ആ പ്രദേശത്ത് ആക്സസ് ചെയ്യാൻ കഴിയില്ല. ചിന്തിച്ചു നോക്കുക, നിങ്ങളുടെ വീട്, നിങ്ങൾ വാതിൽ തുറന്ന് പുറത്തേക്ക് പോവുകയാണ്. പുറത്തേക്ക് പോയി ആദ്യ പടിയെടുത്ത് വയ്ക്കുമ്പോൾ തന്നെ അത് അയൽവാസിയുടെ സ്ഥലമായിരിക്കും. അപ്പോൾ ഏത് തരത്തിലുള്ള ഒരു സാഹചര്യമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക? അതേ പ്രശ്നം തന്നെയാണ് ഇവിടെ ഗ്രീസിനും തുർക്കിക്കും ഇടയിൽ സംഭവിക്കുന്നത്. എന്നാൽ ഇവർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. 1800ന്റെ അവസാനം മുതൽ 1ാം ലോക മഹായുദ്ധം അവസാനിച്ച സമയത്ത് ഇങ്ങനെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ തുർക്കിയും ചിലയിടങ്ങൾ ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ട്, ഗ്രീസും ചിലയിടങ്ങൾ ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇവർക്കുള്ളിലുള്ള ഈ പ്രശ്നം ഇപ്പോഴും അവസാനിക്കുന്നില്ല. എത്ര തന്നെ തുർക്കി നാറ്റോയിൽ ഒരു അംഗമാണ്, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ശേഷം ഒരു വലിയ സൈനിക ശക്തി അവർക്കുണ്ടെങ്കിൽ പോലും ഗ്രീസിനെ അവരെ കൊണ്ട് ഡോമിനേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം നേരിട്ട് അവർക്കുള്ളിൽ നാളെ ഒരു യുദ്ധം വന്നാൽ പോലും നാറ്റോ വന്ന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഗ്രീസ്, ഇന്ത്യ വളരെ പ്രധാനപ്പെട്ട എക്സസൈസ് ചെയ്തു. ഈ ഒരു വ്യായാമം തുർക്കിയെ നന്നായി തന്നെ വെറുപ്പിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ബ്രഹ്മോസിനെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ചർച്ചയും ഗ്രീസ് മാധ്യമങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ധ്വാനി എന്നൊരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ഇന്ത്യ ഇപ്പോൾ നിർമ്മിക്കുന്നുണ്ട്. ഈ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളിന്റെ റേസ്, ഹൈപ്പർസോണിക് മിസൈൽസിന്റെ റേസിൽ ലോകം തന്നെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. തുർക്കി കാരണം നമുക്ക് എന്ന് വേണമെങ്കിലും പ്രശ്നം വരാം. 2018, 2023 കാലഘട്ടത്തിലെല്ലാം ഒരു യുദ്ധമുണ്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നു 2 രാജ്യങ്ങൾക്കും ഇടയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ പ്രോഗ്രാമിൽ നമ്മളും ഒരു പങ്കാളിയാകണം, അതിനുള്ള ശ്രമങ്ങൾ എടുക്കണം. മാത്രമല്ല, ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽസിനെ വാങ്ങാനുള്ള ശ്രമങ്ങൾ എടുക്കണം. ഒരു പക്ഷെ നമ്മെക്കൊണ്ട് ധ്വാനി മിസൈൽ പ്രോഗ്രാമിനുള്ളിലേക്ക് പോകാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അതിന്റെ ടെക്നോളജിയിൽ ഇന്ത്യയുമായി ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാനുള്ള ശ്രമങ്ങളെങ്കിലും എടുക്കണം. ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഗ്രീസിൽ നിന്നും വന്നത്. അപ്പോൾ തുർക്കിക്കും ഗ്രീസിനും ഇടയിൽ പ്രശ്നങ്ങളുണ്ട്. ഇവരുടെ പക്കൽ ഒരുപാട് ദ്വീപ സമൂഹമുണ്ട്. ഇവയെല്ലാം കൈപ്പറ്റാൻ ശ്രമിക്കുമ്പോൾ തുർക്കിയുടെ നാവികസേന അകത്തേക്ക് വരും. നാവികസേന അകത്തേക്ക് വരുമ്പോൾ അതിനെ തടയാനുള്ള മിസൈൽസ് ഉണ്ടാകണം. ലോകത്തിൽ തന്നെ ശക്തിയാർന്ന കപ്പൽ വിരുദ്ധ മിസൈൽ ഏതാണ്? ബ്രഹ്മോസ് മിസൈൽ. അപ്പോൾ തുർക്കിയുടെ നാവികസേന എതിർക്കാൻ ഗ്രീസിന്റെ പക്കൽ ബ്രഹ്മോസ് മിസൈൽ ഉണ്ടെങ്കിൽ അവിടെ തുർക്കിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവരുടെ സാഹചര്യം എങ്ങനെയായിരിക്കും? അതൊരു വലിയ ചോദ്യമായി തന്നെ മാറും. അപ്പോൾ ഗ്രീസിനും ഇന്ത്യക്കും ഇടയിൽ ഒരു സ്ട്രാറ്റജിക് ടൈസ് വളരണം. ചരിത്രകാലം മുതൽ തന്നെ ഇപ്പോൾ ഗ്രീക്കുകാർക്കും ഇന്ത്യക്കാർക്കും ഇടയിൽ പല ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. മാത്രവുമല്ല, ഇന്നത്തെ മോഡേൺ ഡേ ഗ്രീസുമായും നമുക്ക് ചില ബന്ധമുണ്ട്, വാണിജ്യപരമായും ഡിഫൻസ് രീതിയിലായാലും.
നമുക്കിനി ബ്രഹ്മോസ് മിസൈൽ ഗ്രീസിന് നൽകാൻ കഴിയുമോ? നൽകിയാൽ തുർക്കി കാരണം നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ തുർക്കി കാരണം ഇന്ത്യക്ക് ഡയറക്റ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം ടൂറിസത്തിൽ ഇന്ത്യയെ വിശ്വസിച്ചാണ് തുർക്കി ചലിക്കുന്നത്. അതല്ലാതെ തുർക്കിയുമായി നമുക്ക് വലിയ കണക്ഷൻ ഒന്നുമില്ല. നമ്മൾ അവരുമായി വലിയ ബിസിനസ് ഒന്നും ചെയ്യുന്നില്ല. അവരുടെ പക്കൽ നിന്ന് ഡിഫൻസ് സംബന്ധിക്കുന്ന എക്യുപ്മെന്റ്സും ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒന്നും തന്നെ ഇല്ലാത്തപ്പോൾ ഈ ബ്രഹ്മോസ് ഡീൽ ഗവൺമെന്റ് ചിന്തിച്ചാൽ ഗ്രീസിന് നൽകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതിലും ചില പ്രശ്നങ്ങളുണ്ട്. കാരണം നാറ്റോ സംബന്ധിക്കുന്ന ഒരു രാജ്യത്തിന്റെ പക്കൽ നമ്മുടെ ഒരു വെപ്പൺ സിസ്റ്റം പോവുകയാണ്, അല്ലെങ്കിൽ അവർക്കെതിരെ പ്രവർത്തിക്കാൻ നമ്മളൊരു വെപ്പൺ സിസ്റ്റം നൽകുമ്പോൾ ആ മിസൈലിനെ കുറിച്ചുള്ള ടെക് ഡീറ്റെയിൽസ് അവിടെ പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇവ എല്ലാത്തിനും അപ്പുറം ഒരു പക്ഷേ തുർക്കിക്കെതിരെ ഗ്രീസ് ഈ മിസൈൽസ് നമ്മളോട് ചോദിച്ചാൽ എന്റെ അഭിപ്രായത്തിൽ ഇന്ത്യ തീർച്ചയായും ഇത് കൺസിഡർ ചെയ്യണം. കാരണം തുർക്കി കാരണം നമുക്ക് വലിയ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ കാര്യത്തിലായാലും കാശ്മീരിന്റെ കാര്യത്തിലായാലും നേരിട്ട് ഇന്ത്യക്കാരെ കൊല്ലാൻ ആയുധങ്ങൾ നൽകുന്നതെല്ലാം തുർക്കിയാണ് ആദ്യത്തെ ആളെ അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ അവർക്കെതിരെ നമ്മളൊരു വെപ്പൺ സിസ്റ്റം നൽകുമ്പോൾ അത് കൺസിഡർ ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. എന്നാൽ അതിന് ബ്രഹ്മോസ് പോലെ ഒരു ഹൈടെക് വെപ്പൺ നൽകണമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഒരു പക്ഷെ ഭാവിയിൽ ഒരു വെപ്പൺ നിർമ്മിക്കുകയാണ്, ബ്രഹ്മോസിൽ നിന്നും ലഭിച്ച എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് നമ്മളൊരു ആന്റി ഷിപ്പ് മിസൈൽ നിർമ്മിക്കുകയാണ്. അപ്പോ ഗ്രീസുമായി ടൈപ്പ് വെച്ച് ഗ്രീസിന് ഈ മിസൈൽസ് നൽകുകയാണെങ്കിൽ തുർക്കിയെ കൗണ്ടർ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റായി അത് മാറും. ശരി, ഇപ്പോൾ ഗ്രീസിനും ഇന്ത്യക്കും ഇടയിൽ ഇങ്ങനെ ഒരു ഡീൽ വരികയാണെങ്കിൽ നന്നാകും. അത് കാരണം തുർക്കിയെ ഡോമിനേറ്റ് ചെയ്യാൻ കഴിയുമെന്നും പറയുന്നു. ഇസ്രായേലും തുർക്കിയും ഒരുപാട് ട്രേഡ് ചെയ്യുന്നുണ്ട്. പാലസ്തീനെ സപ്പോർട്ടായി തുർക്കി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. തുർക്കി ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അപ്പൊ ഇവർക്കിടയിൽ എന്താണ് കണക്ഷൻ എന്ന് ചോദിച്ചാൽ ഒരുപാട് കണക്ഷൻ ഉണ്ട്. സത്യത്തിൽ നിങ്ങളെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനെ തുർക്കി ബാൻ ചെയ്തു, അതായത് ഒരുപാട് പ്രശ്നങ്ങൾ ഇവർക്കുള്ളിൽ പോകുന്നുണ്ട്. തുർക്കി ഒരു ട്രേഡ് ഡീൽ ബാൻ ഇസ്രായേലിന് നേരെ നൽകിയിട്ടുണ്ട്. ഈ ഏത് വിധത്തിലുള്ള സഹായം അങ്ങോട്ടേക്ക് പോകുന്നില്ല എന്നൊക്കെ ചിന്തിക്കാം. പക്ഷെ അത് സത്യമല്ല. അസർബൈജാൻ ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട ക്രൂഡ് സോഴ്സ് ആയിരുന്നു. അസർബൈജാൻ വഴി വരുന്ന ഈ ക്രൂഡ് ഓയിൽ ഇന്നുവരെയും ഇസ്രായേലിന് തുർക്കി എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സത്യം എത്ര പേർക്ക് അറിയാം? തുർക്കിയുടെ ട്രേഡ് ഓർഗനൈസേഷൻ എന്നത് ഈ സത്യം സമ്മതിച്ചിട്ടുണ്ട്. ഈ ട്രേഡ് ബാൻ, അതിന് പിന്നിൽ നൽകിയിട്ടുള്ള സഹായം എല്ലാം തന്നെ തേർഡ് പാർട്ടി വഴി തുർക്കി ആക്സസ് ചെയ്യുന്നുവെന്നും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് നിങ്ങളുമായി നേരിട്ട് ഒരു കണക്ഷൻ കാണില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പുറത്ത് നല്ലൊരു പേരുണ്ട്. ആ ഇമേജ് ഒരിക്കലും നശിക്കാൻ പാടില്ല. അങ്ങനെ നശിക്കാത്ത രീതിയിൽ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ സാധനം വാങ്ങി തേർഡ് പാർട്ടി വഴി നിങ്ങൾക്ക് നൽകാം. നിങ്ങൾ എനിക്ക് പണം നൽകിയാൽ മാത്രം മതി. അപ്പോ എന്റെ പേരും അവിടെ പുറത്തു വരില്ല, എന്റെ ഇമേജും നന്നാകും. നമുക്കുള്ളിൽ നടക്കുന്ന ഈ ബിസിനസ് ഡീൽസ് എല്ലാം നന്നായി നടക്കുകയും ചെയ്യും. അങ്ങനെ ക്രൂഡ് ഓയിൽ ഇപ്പോഴും തുർക്കിയിൽ നിന്ന് വരുന്നുണ്ട്. ഇസ്രായേൽ തുർക്കിയെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഇസ്രായേൽ തുർക്കിയിൽ ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ അവിടെ ക്രൂഡ് ഓയിൽ പൂർണ്ണമായും സ്റ്റോപ്പ് ആകും. ഇസ്രായേൽ അതിനുശേഷം ക്രൂഡ് ഇല്ലാതെ പോകേണ്ടി വരും. ഇങ്ങനെയൊക്കെ പലരും പറയുന്നുണ്ട്. സത്യത്തിൽ പാലസ്തീൻസിനെ കൊല്ലുന്നതിന് ഇസ്രായേൽ വാർപ്ലെയിൻസിൽ യൂസ് ചെയ്യുന്ന ഫ്യൂൽ തുർക്കിയുടെ പക്കൽ നിന്നാണ് വരുന്നത്. ഇതിനുമപ്പുറം നിങ്ങൾ തുർക്കിയിൽ ഒരു സ്ട്രൈക്ക് നടത്തുകയാണെങ്കിൽ, അവർ ക്രൂഡ് നൽകില്ല എന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ, അതിനെ ബൈപ്പാസ് ചെയ്ത് ബ്ലാക്ക് മാർക്കറ്റ് ആക്സസ് ചെയ്യുന്ന പ്രോസസ് ഇസ്രായേലിനെ കൊണ്ട് ചെയ്യാൻ കഴിയും. എന്നാൽ ഇതിനുശേഷം ഞാൻ ഇനി ഒരു ഡീൽ ഇസ്രായേലുമായി നടത്തത്തില്ല, അവരുമായി ഒരു ബിസിനസ് നടത്തത്തില്ല എന്നൊക്കെ തുർക്കിയെ കൊണ്ട് പറയാൻ സാധിക്കുമോ? തീർച്ചയായും സാധിക്കില്ല. കാരണം അവർക്ക് ആവശ്യം പണമാണ്. അത് ഇസ്രായേലിന്റെ പക്കൽ നിന്ന് വന്നാലും ശരി, ഇന്ത്യയുടെ പക്കൽ നിന്ന് വന്നാലും ശരി, ഞാൻ പണം വാങ്ങും. പക്ഷെ ഇവർ അകത്തുകൂടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പുറമെ എതിർക്കും. അതായത് പുറമെ ഒന്ന് കാണിക്കും, പക്ഷെ അകത്ത് സംഭവിക്കുന്നതെല്ലാം മറ്റൊന്നാണ്. നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്സിനെക്കാളും വേൾഡ് പൊളിറ്റിക്സ് എന്നത് വളരെ ചീപ്പസ്റ്റ് ആയിരിക്കും. ഒരു കാര്യത്തിൽ ഒരു രാജ്യത്തിനെ എതിർക്കും, എന്നാൽ അതേ രാജ്യം കാരണം നമുക്ക് എന്തെങ്കിലും നല്ലത് ലഭിക്കാനുണ്ടെങ്കിൽ അതേ രാജ്യത്തെ അനുകൂലിച്ചുകൊണ്ട് വീണ്ടും സ്റ്റേറ്റ്മെന്റ്സ് പുറത്തിറക്കും. ഇത് എല്ലാ രാജ്യങ്ങൾക്കും ഇടയിൽ നടക്കുന്നത് ഇത് തന്നെയാണ്. ഇപ്പൊ ഗ്രീസിനും തുർക്കിക്കും ഇടയിൽ സംഭവിക്കുന്നതും ഇതേ പ്രശ്നമാണ്. ഇസ്രായേലിനും തുർക്കിക്കും ഇടയിൽ നടക്കുന്നതും ഇതേ പ്രശ്നമാണ്. ഇന്ത്യക്കും തുർക്കിക്കും ഇടയിൽ നടക്കുന്നതും ഇതേ പ്രശ്നം തന്നെയാണ്. അപ്പോ ഈ ബ്രഹ്മോസ് ഡീലിനെ സംബന്ധിച്ച് ഇവരിതിൽ പറഞ്ഞിട്ടുള്ളത് ധ്വാനി മിസൈൽസിനെ കുറിച്ചാണ്. ഹൈപ്പർസോണിക് ലൈറ്റ് വെഹിക്കിൾ ധ്വാനി എന്നത് ഈ വർഷത്തിന്റെ അവസാനത്തിൽ നിർമ്മിക്കാൻ പോകുന്ന ഒരു കോൺസെപ്റ്റായി പറയുന്നുണ്ട്. ഈ വർഷത്തിന്റെ അവസാനം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ മിസൈൽ ടെക്നോളജിയിൽ തീർച്ചയായും ഇന്ത്യ അവരുമായി ഒരു ടൈപ്പ് വയ്ക്കില്ല. കാരണം ഇതിനകം നമ്മൾ ലോങ് റേഞ്ച് ആന്റി മിസൈൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പ്രോട്ടോടൈപ്പ് നിർമ്മിച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായി ലാൻഡ് അറ്റാക്കിന് വേണ്ടിയാണ് ഇത് നിർമ്മിക്കുന്നത്. ഇതിന്റെ ഹൈ സ്പീഡ് എന്താണ്, ബ്രഹ്മോസുമായി ഏത് തരത്തിലെല്ലാം ഇത് വ്യത്യസ്തപ്പെടാൻ പോകുന്നു, ഇതൊക്കെ സീക്രട്സ് ആയ കാര്യമാണ്. ഇനി ഈ കാര്യങ്ങളെല്ലാം അറിയുമ്പോൾ ബ്രഹ്മോസ് മിസൈൽ നമ്മൾ ഗ്രീസിന് നൽകുമോ ഇല്ലയോ, അല്ലെങ്കിൽ ആന്റി ഷിപ്പ് മിസൈൽ തുർക്കിക്കെതിരെ നമ്മൾ അവർക്ക് നൽകാനുള്ള സാധ്യത വന്നാൽ, അല്ലെങ്കിൽ ചില പ്രധാനപ്പെട്ട ക്രെഡൻഷ്യൽസ് തുർക്കിക്കെതിരെ ഷെയർ ചെയ്യാനുള്ള സാധ്യത വന്നാൽ തീർച്ചയായും അത് ഗ്രീസിന് നൽകാം. തുർക്കി ഇന്ത്യക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവർ നല്ലവരാണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. പുറമേ നല്ലവരായി കാണിച്ചാലും ഇന്ത്യ എന്ന സ്റ്റാൻഡ് വരുമ്പോൾ, ഇന്ത്യക്കാർ എന്ന സ്റ്റാൻഡ് വരുമ്പോൾ തുർക്കി ഏത് തരത്തിലുള്ള നിലപാടുകൾ എടുക്കുമെന്നുള്ളതൊക്കെ നമുക്ക് നന്നായി അറിയാവുന്ന കഥയാണ്.
അപ്പോൾ തുർക്കിക്കെതിരെ നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ചാൻസ് ലഭിച്ചാൽ അത് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഗ്രീസിന് ആവശ്യമായ സഹായം നൽകാം. പക്ഷേ ബ്രഹ്മോസ് പോലുള്ള ഒരു ക്രിട്ടിക്കൽ ടെക്നോളജി നൽകുമ്പോൾ അതിനുശേഷം വരുന്ന അനന്തരഫലങ്ങളെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മറ്റു രാജ്യങ്ങൾ കാരണം വരുന്ന പ്രശ്നത്തെ അല്ല പറയുന്നത്. നമ്മുടെ ടെക്നോളജി പുറത്ത് ഷെയർ ആകാൻ പാടില്ല എന്നതിനെ കുറിച്ചാണ് പ്രധാനമായും പറയുന്നത്. ഈ ഒരു വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. തുർക്കി ഇസ്രായേലിനെ ഒരു വില്ലനായി പുറത്ത് കാണിക്കുന്നുണ്ട്, അതേസമയം ഇസ്രായേലുമായി ഡീലും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതറിയാതെ ഒരുപാട് പേർ പറയുന്നത് തുർക്കി ഇസ്രായേലിനെ എതിർക്കുകയാണ്, എതിരെയാണ്, തുർക്കി ഇസ്രായേലിനെ നശിപ്പിക്കും, അങ്ങനെ ഇങ്ങനെ പുറത്ത് പല രീതിയിൽ കാര്യമായി സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും സത്യമേ അല്ല. ബ്രഹ്മോസ് മിസൈൽ നമ്മൾ ഗ്രീസിന് നൽകണമോ വേണ്ടയോ, അതും നിങ്ങൾ കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.